എന്നെ ഒന്ന് തനിച്ചു വിടൂ. ഏകാന്തതയാണ് എനിക്കൊരാശ്വാസം. എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞവൾ എന്റെ ഹൃദയം തകർത്തു. എന്നിട്ടും എന്റെ ഹൃദയം എപ്പോഴും അവളെ മാടി വിളിക്കുകയാണ്. എന്റെ കൊച്ചലി ഇവന് മുഴുത്ത ഭ്രാന്ത, വേറെ ഒന്നുമല്ല. സ്വീറ്റി, വാടിപ്പോയ പൂക്കൾ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പൊ നിന്റെ മുഖം വാടിയിരിക്കാൻ എന്താണ് കാരണം? ഇന്നെന്റെ ബോസുമായിട്ട് വഴക്കുണ്ടായി. ഇനി ഒരിക്കലും അയാളുടെ കൂടെ ഞാൻ പണിയെടുക്കില്ല. അത് നല്ല കാര്യമല്ലേ? അതിലെന്താ നല്ല കാര്യമുള്ളത്? ഇനി ഞാനെന്താ ചെയ്യാ? ഓ, അപ്പൊ ചെയ്തത് നല്ല കാര്യമല്ല. മുകളിലുള്ളവൻ ഒരുപക്ഷെ ഒരു വാതിൽ അടയ്ക്കുകയാണെങ്കിൽ മറ്റൊരു വാതിൽ തുറന്നു വെച്ചിരിക്കും. ഒരുപക്ഷെ വീട്ടിൽ കതകില്ലെങ്കിൽ ജനലെങ്കിലും തുറന്നു വെക്കും. കുഞ്ഞേ, സംശയമുണ്ടോ? ഓഹോ, എന്റെ പോപ്പാട്ട്. സ്വീറ്റി, നമ്മുടെ ശ്രമങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് നമുക്ക് വിജയമെന്ന മാലകൾ സമ്മാനിക്കും. അതെ, രാവിലെ ഉദിക്കുന്നത് സൂര്യനാണെങ്കിൽ വൈകിട്ട് ഉദിക്കുന്നത് ചന്ദ്രനായിരിക്കും. പോപ്പട്ടേ. അതെ, പോപ്പട്ട് തന്നെയാ. ഇത് പോപ്പട്ടിന്റെ പൊന്നായ വാക്കുകളാണ്. മടിയന്മാർക്ക് ഒരിക്കലും വിജയം നേടാൻ കഴിയുകയില്ല. കഷ്ടപ്പെടുന്നവന് മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക. പോരാട്ടം വെറും ഒരു വാക്കല്ല, ജീവിതം തന്നെ ഒരു പോരാട്ടമാണ്. മിണ്ടാതിരിക്കെ. ഞാൻ ആകപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. സ്വീറ്റി, ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണോ നിന്റെ ഒടുക്കത്തെ പ്രസംഗം? നീ എന്താ കഴുതയാണോ? നീ പറഞ്ഞത് തെറ്റാണ് സ്വീറ്റി. നീ എങ്ങനെ ആരെയും കഴുതെന്ന് പറയാൻ പാടില്ല, കാരണം ഞാനാണ് കഴുത. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ഇനി മേലിൽ എന്നെ ഉപദേശിക്കാൻ വന്നേക്കരുത്, കേട്ടോ പോപ്പാട്ട്. എടാ, അവള് ദേഷ്യപ്പെട്ടു പോവുകയാണ്. പോയി സമാധാനിപ്പിക്കേ. വേഗം പോട്ടെ, ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് വേറെ ആരോടെങ്കിലും അവൾ കൂട്ടുകൂടിയാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? എടാ മച്ചാനെ, ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരുപാട് ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ. പറ എന്താ നീ ആലോചിച്ചേ? അത് പിന്നെ ഞാനേ എടാ, വേഗം പോയി അവളെ സമാധാനിപ്പിക്കേ, അല്ലെങ്കിൽ അവസാനം വരെ നിനക്ക് വായി നോക്കി നിൽക്കേണ്ടി വരും. ഐ ആം സോറി സ്വീറ്റി. ഒരാൾ മൂഡ് ഔട്ട് ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഉപദേശിക്കാൻ പോവരുത്. ഉപദേശിക്കാനായി ഒരു സമയമുണ്ട്. തെറ്റായ സമയത്താണ് ഉപദേശിക്കാൻ പോകുന്നതെങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. സംശയമുണ്ടോ? എന്റെ അമ്മേ, പോപ്പട്ടെ. ഹേയ് നിക്ക് ഡാർലിംഗ്, ഐ ആം സോറി അഗൈൻ. തെറ്റുപറ്റാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. പക്ഷെ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നവൻ വലിയ ആളാണ്. മാപ്പ് കൊടുക്കുന്ന ആളോ അതിനേക്കാളും വലിയ ആളായിരിക്കും. സംശയമുണ്ടോ? മാപ്പ് പറയുന്ന സമയത്തും നിനക്ക് ഒടുക്കത്തെ ഉപദേശം. സത്യം പറ, നീ ആരാണ്? പോപ്പാട്ട്. പോപ്പാട്ട്, നമ്മുടെ ഇടയിലുള്ള എല്ലാം നീ ഒരുത്തൻ കാരണം നശിപ്പിക്കുകയാണ്. ഇന്ന് മുതൽ നീ എന്നോട് മിണ്ടാൻ വരരുത്. വരികയാണെങ്കിൽ നീ എന്റെ സ്വഭാവം അറിയും, കേട്ടോ? സ്വീറ്റി, ഹേയ് സ്വീറ്റി, സ്വീറ്റി നിക്ക് സ്വീറ്റി. ഭാഗ്യം മാത്രമല്ല, ചില സമയത്ത് ഓട്ടോറിക്ഷ പോലും നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നമ്മുടെ അടുത്തുനിന്ന് മാറ്റി നിർത്തും. ശരിയല്ലേടേ? ഇതിലെന്തായാലും അല്പം ലൈമും കൂടെ ചേർത്തേക്കാം. എന്റെ ജ്യൂസ് നീ കുടിച്ചോ? ഇവിടെയുള്ളവരെല്ലാവരും എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനു വേണ്ടി തന്നെയാണ് ഞാനും കുടിക്കുന്നത്. എടാ, നിനക്ക് വിഷമമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കുടിക്കാൻ നോക്ക്. എന്റെ ജ്യൂസ് മാത്രം കുടിക്കരുത്.
നീ പറയുന്നു ജ്യൂസ് കുടിക്കണ്ടെന്ന്, ബണ്ണി പറയുന്നു വിഷമിക്കാതെ ഇരിക്കണമെന്ന്, ഹണി പറയുന്നു ഞാൻ ആലോചിക്കുന്നത് നിർത്തണമെന്ന്, സ്വീറ്റ് പറയുന്നത് ഞാൻ അകന്നു പോകണമെന്നാണ്. എല്ലാം ഞാൻ ഉപേക്ഷിക്കണോടെ? ഈ പോക്ക് പോവാണെങ്കിൽ എന്റെ കട്ടേ പടവും മടങ്ങും. അയ്യോ. പോപ്പട്ടിന് എത്രയും പെട്ടെന്ന് ഡോക്ടർ ബാലിനെ കാണിക്കണം. അവനെന്തോ അസുഖം പിടിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അതുകൊണ്ട് ഷോൾ ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ. പൊന്നളിയാ, ഇത് ശരീരത്തിലുള്ള പ്രശ്നമല്ല, ചിന്തകൾക്കും ഹൃദയത്തിനുമുള്ള പ്രശ്നമാണ്. കൂട്ടുകാരെ, ഇതിന് വേറൊരു മരുന്നുമില്ല. സ്വീറ്റ് ദേഷ്യപ്പെട്ട് പോയതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഷോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഷോൾ അത് നടക്കുകയാണെങ്കിൽ സ്വീറ്റ് തിരിച്ചു വരുവാളിയാ. ഇപ്പതാ ഷോൾ ഇട്ടു, അടുത്തത് നീ കുർത്തയിടും, പിന്നെ തുണിയെല്ലാം ഊരിക്കളയും, പിന്നെ കാടായ കാടെല്ലാം പറന്ന്. സ്വീറ്റി, ഹേയ് സ്വീറ്റി, സ്വീറ്റി, ഹേയ് സ്വീറ്റി. അലമുറയിട്ട് വിളിച്ചു കൂം. ഇവ മരുഭൂമി വഴി പോവുകയാണെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തണം, ഈത്തപ്പഴം വാങ്ങിച്ചോണ്ട് വരാൻ. കൂട്ടുകാരൻ അപകടത്തിൽപ്പെട്ടിരിക്കുക. അവന് പ്രേമം തലയ്ക്ക് പിടിച്ചേക്കുക. ഈ സമയത്ത് അവന്റെ ഒരു ഈന്തപ്പഴം. എന്റെ ഹൃദയ വീണയെ പൊട്ടിച്ച് അവൾ എവിടെയോ പറന്നുപോയി. ആരെയൊക്കെയോ സ്നേഹിക്കുന്നു അവൾ, കൂട്ടുകാരനെ വേണ്ടാന്ന് പറഞ്ഞവൾ. ഹൃദയത്തിൽ നിന്ന് ഞാൻ എങ്ങനെ അവളെ തൂത്തുവാരി വെളിയിൽ കളയും? അവളില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. എന്നെ ഒന്ന് തനിച്ചു വിടൂ. ഏകാന്തതയാണ് എനിക്കൊരാശ്വാസം. എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞവൾ എന്റെ ഹൃദയം തകർത്തു. എന്നിട്ടും എന്റെ ഹൃദയം എപ്പോഴും അവളെ മാടി വിളിക്കുകയാണ്. എന്റെ കൊച്ചലി, ഇവന് മുഴുത്ത ഭ്രാന്ത, വേറെ ഒന്നുമല്ല. നീ എന്തായി കാണിക്കുന്നേ? എന്റെ ഹൃദയത്തിലെ അഗ്നിപർവ്വതം പൊട്ടിത്തുടങ്ങി. ഇവിടുന്ന് പോകൂ കൂട്ടുകാരെ. എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണേ. പോളെ, ഈ ലോകം, ഈ ചെടികൾ ഒന്നും എന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അർത്ഥമില്ലാത്ത ഈ ജീവിതം എന്തിനാണ്? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തായി ചെയ്യുന്നേ? നിനക്ക് കിട്ടുന്നതെല്ലാം വലിച്ചു കയറ്റുവോ? എടാ, പോപ്പട്ടിന്റെ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്ക്. അവന്റെ അവസ്ഥ ഇപ്പൊ വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ശരിയാ. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വെള്ളം വേണം, വെള്ളം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പോപ്പട്ടിന്റെ പ്രശ്നമൊക്കെ തീരുവോ? എടാ, വെള്ളം പോപ്പണ്ടല്ല, വെള്ളം എരിക്കാട്. എരിക്കുന്നു. കൊച്ചലിയ, നമ്മളിപ്പോ പോപ്പട്ടിനെ എന്താ ചെയ്യാ? ഇവന്റെ അസുഖത്തിന് ഒറ്റ മരുന്നേ ഉള്ളൂ. സ്വീറ്റി, ഇവനോട് വീണ്ടും ചെങ്കായത്തം കൂടാൻ സ്വീറ്റിയോട് പറഞ്ഞു നോക്കാം. വേഗം വാ. മനസ്സിലുണ്ടാകുന്ന വിഷമത്തെ മാറ്റി നിർത്താൻ എങ്ങനെ സാധിക്കും? എന്റെ അമ്മോ, അടിപൊളി. മനസ്സിലുണ്ടാവുന്ന വിഷമത്തെ മാറ്റി നിർത്താൻ എങ്ങനെ സാധിക്കും? തകർന്നു പോയ ഹൃദയത്തെ ഒട്ടിക്കാൻ എങ്ങനെ സാധിക്കും? നിന്റെ കവിതയിൽ എന്താണ് ഇത്ര വിഷമം? എന്റെ എന്തെങ്കിലും സഹായം നിനക്ക് വേണോ? അടികൈ. എന്റെ അമ്മേ, ഇതാകപ്പാടെ പ്രശ്നമാവല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? സ്വീറ്റി ആണെങ്കിൽ കാണാനുമില്ല. കൈയടിക്കാനിരുന്നവരൊക്കെ ഇപ്പൊ എവിടെ? പൊട്ടിപ്പോയ ഹൃദയം ഒട്ടിക്കാൻ പശ എവിടെ? ബസിൽ ഒരാളിന്റെ പേഴ്സാരോ അടിച്ചോണ്ട് പോയി. നിന്റെ ഈ കവിതയിൽ ഞാൻ നിന്റെ അടിമയായി. ജീവിത രഹസ്യം ഇതാണ് ഖന്ന സാറേ. ഹൃദയം തകർന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു കവിയായി മാറും. സംശയമുണ്ടോ? എനിക്കൊരു സംശയവുമില്ല. ഇതുപോലെ മറ്റൊരു കവിതയും കൂടെ പറഞ്ഞേ. ദുഃഖമുള്ളിൽ ഒതുക്കുന്നവൻ ഒരു മഹാനായി തീരുന്നു. കൊള്ളാം. ദുഃഖമുള്ളിൽ ഒതുക്കുന്നവൻ ആരാണോ അവനാണ് മഹാൻ. അടിപൊളി. അങ്ങോട്ട് നോക്ക്, ദാ സ്വീറ്റ് വന്നു. ദുഃഖമുള്ളിൽ ഒതുക്കുന്നവൻ മഹാനായി തീരും. ദാ നോക്കൂ, സ്വീറ്റ് വന്നു.
ഈ കവിതയിൽ എന്തോ തെറ്റുണ്ടെന്ന് തോന്നല്ലോ. ഇത് കവിതയല്ല, യഥാർത്ഥത്തിൽ സ്വീറ്റ് വന്നു എന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് പുതിയൊരു ജോലി കിട്ടിയിരിക്കുകയാണ്, അതും വലിയൊരു ചാനലിൽ. എനിക്ക് പുതിയൊരു ജോലി കിട്ടിയിരിക്കുകയാണ്. മാത്രമേ ഉള്ളൂ? നിനക്കെന്താ സന്തോഷം തോന്നുന്നില്ലേ? എന്താ ഇങ്ങനെ ഒരു തണുത്ത റിയാക്ഷൻ? എന്തുവാ നീ ഒന്ന് മാത്രം പറയുന്നേ? നിന്റെ വായെന്താ പശ ചൊട്ടിച്ചിരിക്കുകയാണോ? ഇല്ല, ഞാൻ സംസാരിച്ചത് കൊണ്ടല്ലേ സ്വീറ്റി എന്നോട് പിണങ്ങിപ്പോയത്. വീണ്ടും ദേഷ്യപ്പെട്ട് പോകണ്ടെന്ന് കരുതി. ദേഷ്യോ? ഞാനെപ്പോഴാ ദേഷ്യപ്പെട്ടത്? പാർക്കിൽ വെച്ച്. അതോ, അത് ഞാൻ അപ്പ പറഞ്ഞതല്ലേ. ദേഷ്യം വന്നിരിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കും. കൂട്ടുകാർക്കിടയിൽ ഇതൊക്കെ സാധാരണ കാര്യമാണ്. നീ പോയ ഉടനെ തന്നെ നിരാശ കാമുകനെ പോലെ ഇവൻ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയെന്നറിയോ? അപ്പൊ നിനക്ക് ദേഷ്യമൊന്നും ഇല്ലേ? ഒട്ടും തന്നെ ഇല്ല. നമ്മൾ എപ്പോഴും കൂട്ടുകാരായി തന്നെ ജീവിക്കും. കൂട്ടുകാർ എന്ത് പറഞ്ഞാലും സീരിയസ് ആയി എടുക്കരുത്. കൂട്ടുകാരാകുന്നത് പ്രയാസമുള്ള കാര്യമല്ല, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്രയാസം. വെളുത്തുള്ളി വാങ്ങുന്നത് എളുപ്പമുള്ള കാര്യം, പക്ഷെ അത് പൊളിച്ചെടുക്കാനാണ് പാട്. സംശയമുണ്ടോ? പോപ്പട്ടെ, വീണ്ടും വേണ്ട നിന്റെ ഉപദേശം. സോറി. ഈ പോപ്പട്ടിന്റെ വാക്കുകൾ